എൻ്റെ പേര് സാൻഫി. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ജൂലൈ 1 തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. ഞാൻ 2 വർഷമായി വിദേശത്തേക്ക് പോകാനുള്ള നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പല പല കാര്യങ്ങളാൽ എപ്പോഴും അത് ഓരോ തടസ്സങ്ങൾ വന്ന് മുടങ്ങിപ്പോവും. എല്ലാം അതിൻ്റെ അവസാന ഘട്ടം വരുമ്പോൾ ലോണിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ടൈമിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും എപ്പോഴും അവസാനം വരുമ്പോൾ അത് എന്തെങ്കിലും കാരണത്താൽ മുടങ്ങിപ്പോവുകയാണ് ചെയ്യണേ. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാനിട വന്നത്. ഞാൻ 2 പ്രാവശ്യം വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് പോയതേ ഉള്ളൂ. 3ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചത്. ഉടമ്പടി എടുത്ത് കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യുമായിരുന്നു. പ്രാർത്ഥിക്കുകയും അതേപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം നന്നായി ചെയ്യുമായിരുന്നു. ആ ടൈമിൽ ഞാൻ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി തീരുന്നതിന് മുമ്പ് എനിക്ക് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ശരിയാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷമാണ് ഞാൻ പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. പ്രോസസ്സിങ് ഞാൻ ഇതിൻ്റെ എന്ത് കാര്യത്തിന് പോയാലും, ലോണിൻ്റെ കാര്യത്തിനായാലും എന്ത് കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയാലും ഞാൻ മാതാവിൻ്റെ തൈലം നെറ്റിയിൽ പുരട്ടുകയും കാശ് രൂപം കയ്യിൽ പിടിച്ചും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അങ്ങനെ എൻ്റെ ലോണിൻ്റെ കാര്യത്തിനായിട്ട് ഞാൻ ബാങ്കിൽ പോയപ്പോഴാണെങ്കിലും മുമ്പ് ചെന്നപ്പോഴൊക്കെ തടസ്സങ്ങളായിരുന്നു. അപ്പം അന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ചെന്നതിന് ശേഷം എനിക്ക് ഉള്ള ഡോക്യുമെൻറ്റ്സ് വെച്ച് അവർ ബാങ്കിൻ്റെ ലോണെല്ലാം ശരിയാക്കി തന്നു. അതേപോലെ തന്നെ പെട്ടെന്നാണ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് എല്ലാം അവർ അനൗൺസ് ചെയ്തത്. ആ ടൈമിൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ തൈലമൊക്കെ പുരട്ടിയിട്ടാണ് ഞാൻ അത് അറ്റൻഡ് ചെയ്തത്. അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തീരുന്നേക്കാൾ മുമ്പ് തന്നെ എനിക്ക് ഓഫർ ലെറ്ററിൻ്റെ മെയിൽ വന്നു. അതിനുശേഷം പിന്നെ അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. എന്ത് പ്രോസസ്സിങ്ങിന് പോയാലും ഞാൻ തൈലം പുരട്ടി മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചാണ് പോകുന്നത്. ഈ മെഡിക്കലിന് പോകുന്ന ടൈമിലൊക്കെ എനിക്ക് നല്ല ചുമയും പനിയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു എന്തെങ്കിലും ഇത് വരുമോയെന്ന്. അതിലും മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ വിസയ്ക്ക് വെച്ച സമയത്താണെങ്കിലും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കറക്റ്റായി നടന്നു. വിസയ്ക്ക് വെച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും അതിൻ്റെ മെയിലും കോളും എല്ലാം പെട്ടെന്ന് തന്നെ വന്നു. എനിക്ക് മാത്രം ഒന്നും വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. എന്താണോ എനിക്ക് മാത്രം ഒന്നും വരാത്തതെന്ന് വെച്ച് പേടിയായി. അപ്പോൾ തന്നെ ഞാൻ പ്രത്യക്ഷീകരണ ചൊല്ലി അതിന് പിറ്റേ ദിവസം എൻ്റെ ഉടമ്പടി തീരുവാണ്. അപ്പോൾ ഉടമ്പടി തീരുന്നേക്കാൾ മുമ്പ് തന്നെ എനിക്ക് എൻ്റെ വിസ അടിച്ച് തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ ഉടമ്പടി തീരുന്ന അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് വിസയുടെ കോൾ വന്നു. ഇങ്ങനെ കൊറിയർ ഓഫീസിൽ നിന്ന് കോൾ വന്നു, ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതേപോലെ തന്നെ വീട്ടിലിപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങൾ എന്തെങ്കിലും വന്നാലും, അനിയത്തിക്കൊക്കെ ആണെങ്കിലും പനിയോ തലവേദന എന്തെങ്കിലും വന്നാലും ഞങ്ങൾ ഉടമ്പടി തൈലം പുരട്ടും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതപ്പം തന്നെ മാറിപ്പോവുകയും ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അനിയത്തി വിദേശത്താണ് പഠിക്കുന്നത്. അവൾക്ക് ഇങ്ങോട്ട് നാട്ടിൽ വരാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അവൾ ടിക്കറ്റ് എല്ലാം എടുത്ത് കൺഫേം ആയി നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കോൾ വന്നത്. അവൾക്ക് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞ്. ബാക്കി എല്ലാ പിള്ളേർക്കും മെയിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞത്. പക്ഷേ ഇവൾക്ക് മാത്രം അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെന്ന് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കണതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവളുടെ ടിക്കറ്റ് എല്ലാം ക്യാൻസൽ ആക്കേണ്ടി വരും, ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അവളെന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഇങ്ങനെ തടസ്സം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു മാതാവിനോട്, ഇങ്ങനെ വരാൻ നിൽക്കുന്ന തടസ്സങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ മാതാവേ, അവൾക്ക് മെയിൽ അയച്ചാൽ മതി എന്ന് പറയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം അവൾ യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, വരണ്ട, മെയിൽ അയച്ചാൽ മതി, ബാക്കിയെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. ഇതെല്ലാം മാതാവ് തന്ന അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പൊന്നും എല്ലാ ദിവസവും പള്ളിയിലൊന്നും പോവില്ലായിരുന്നു. പള്ളിയിൽ പോവും ഞായറാഴ്ചയും അങ്ങനെയൊക്കെ ദിവസങ്ങൾ മാത്രമേ പോവില്ലായിരുന്നു, എല്ലാ ദിവസമൊന്നും പോവില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുമായിരുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് അടുത്ത അനാഥാലയത്തിലൊക്കെ പോകുമായിരുന്നു. പിന്നെ പത്രങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചു ഹോസ്പിറ്റലിലും സ്റ്റാൻഡിലൊക്കെ കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ളൊരു കൂട്ടത്തിലാണ്. എപ്പോഴും എന്തിനും ചെറിയ കാര്യത്തിനും പോലും ഭയങ്കര പേടിയാണ്. ഉടമ്പടി ഇതിന് ശേഷം അതിൽ നിന്നൊക്കെ എനിക്കൊരു ഇത് കിട്ടി. ഇപ്പം അങ്ങനെ മാതാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതിലെന്നെ മുന്നോട്ട് പോകുന്നു. ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി.
അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം തിരുവചനമാണ്. 2 വർഷത്തോളമായിട്ട് വിദേശത്തേക്ക് പോകുന്ന കാര്യങ്ങൾക്ക് തടസ്സം മാത്രമുണ്ടാകുമ്പോൾ 2.5 മാസം കൊണ്ട് എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയായി ഈ മകള് വിദേശത്തേക്ക് പോകുവാനുള്ള അവസ്ഥയിൽ ഇന്നായിരിക്കുന്നതെന്നുള്ളതാണ് സാക്ഷ്യത്തിലൂടെ നാം കേട്ടത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ, സ്ഥലകാലങ്ങളുടെ മേൽ അധികാരമുള്ള അമ്മ എങ്ങനെയാണ് ഈ മകളുടെ കാര്യത്തിൽ ഇടപെട്ടതെന്നും ഡോക്യുമെൻറ്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യുമ്പോഴും ലോണൊന്നും കിട്ടില്ലായിരുന്നു, അതിനാവശ്യമുള്ള സോഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചിരുന്ന ബാങ്ക് തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയുടെ കാശ് രൂപവും പിടിച്ച് പോയി ഈ മകള് ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള ഡോക്യുമെൻറ്റ്സ് മതി എന്ന് പറഞ്ഞ് അതെല്ലാം പിന്നീട് സ്പീഡപ്പ് ആകുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുക. സമയ ഘടികാരവും നെഞ്ചിൽ ചാർത്തി 2004 ഡിസംബർ 7-ാം തീയതി ജീവനോടെ കൃപാസന അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ നമ്മുടെ കൂടെ ഇന്നും ജീവിക്കുന്ന സാന്നിധ്യമായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നീണ്ടു പോകുന്ന പ്രശ്നങ്ങൾ അമ്മയുടെ മധ്യസ്ഥതയിൽ നാം സമർപ്പിച്ച് കർത്താവിനോട് നാം ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധിയുള്ളവരാകുവാൻ നമ്മെ തന്നെ പല രീതിയിലും നാം മാറ്റുമ്പോൾ ഈ മകള് ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ തൻ്റെ ആത്മീയ ജീവിതം ഏത് രീതിയിൽ മുമ്പോട്ട് പോകുന്നു, തനിക്കുള്ള പേടി അങ്ങനെയുള്ളതെല്ലാം മാറി തൻ്റെ കൂടെ പരിശുദ്ധ അമ്മയുണ്ട്, അമ്മയും ഈശോയും ഉള്ളപ്പോൾ തനിക്ക് ജീവിതത്തിൽ ഇനി മുൻപോട്ട് യാതൊന്നിനും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് ഈ മകൾ മാത്രമല്ല ഇവിടെ സാക്ഷ്യം പറയുന്ന ഓരോരുത്തരും അതൊക്കെ തന്നെയാണ് പങ്കുവയ്ക്കുക. ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല, ആത്മീയ ജീവിതത്തിലും നമുക്ക് ഒത്തിരിയേറെ കൃപകളാണ് ലഭിക്കുന്നത്. ഈശോയോടുള്ള സ്നേഹവും ഒക്കെ വർദ്ധിക്കുകയാണ്. അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും കിട്ടിയ കൃപകൾക്ക് നന്ദി പറയുകയാണ് ഈ മകള് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കുമെന്ന് പറഞ്ഞ തിരുവചനം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തിൽ കർത്താവ് പറയുന്ന കാര്യങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് അമ്മ പറയുമ്പോൾ അതുപോലെ ഉടമ്പടി ജീവിതം ജീവിച്ച് കൃപകൾ നേടുന്നവരാകുവാൻ, അങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നവരാകുവാൻ നമുക്കും ശ്രമിക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.